ഹായ്. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഗെറ്റ് റെഡി ആയിട്ടാണ്. നമ്മൾ എവിടേക്കും പോകണമെന്നില്ല, എനിക്കിവിടെ ബോറടിച്ചിരുന്നപ്പോൾ ഒന്ന് ഒരുങ്ങാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഏതൊക്കെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നതെന്നും അതേപോലെ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഒരുങ്ങണേന്നൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ബോറടിക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ടേ? സോ വീട്ടിലിരുന്ന് മേലനങ്ങാതെ ചെയ്യുന്നൊരു പണി ഉണ്ടെങ്കിൽ അത് മേക്കപ്പ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു സംഭവം പറഞ്ഞത് ഗൈസ്. ഇവിടെ ഇങ്ങനെ വെയിലത്ത് വെച്ചപ്പോൾ ശരിക്കും ഇത് പറ്റിക്കാണ്. ഇത് ഇത്രക്ക് വേസ്റ്റാണ്, ഇത്രക്ക് അടിക്കൊന്നുമില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ പറ്റിക്കപ്പെട്ടു ഗൈസ്, നമ്മൾ പറ്റിക്കപ്പെട്ടു. എന്തൊക്കെ പറ്റിക്കപ്പെടാൻ കിടക്കണു. സോ നമുക്ക് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. എനിക്കത്ര വലിയ മാറ്റലും പരിപാടിയൊന്നും ഇല്ല, എന്നാലും നമുക്ക് ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ സെറ്റാക്കാം. ഓക്കെ, സിമ്പിളാണ്, നമ്മളെ കയ്യിലുള്ള സംഭവമൊക്കെ തന്നെ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ക്ലോത്ത് അല്ല, മഫ് പോലത്തെ സാധനം. ഇതെന്താ സാധനം എന്നൊന്നും എനിക്കറിയില്ല. മഫല്ല, മഫ് തുടക്കണതല്ലേ. സോറി. ഇത് ഒരു കോട്ടൺ ക്ലോത്ത്. സോ നമുക്ക് ഇതിലേക്ക് കുറച്ച് ടോണർ ആക്കിയിട്ട് ഫേസ് ഒന്ന് ആദ്യം ക്ലീനപ്പ് ചെയ്യാം. ഓക്കെ, തെറ്റുകളുണ്ടാവും, ഞാൻ പറയുന്നത് ശരിയാവണമെന്നൊന്നുമില്ല. ഞാൻ അത്ര പ്രൊഫഷണലൊന്നും അല്ല, ഉള്ളത് വെച്ചിങ്ങാണ്ട് സന്തോഷിക്കുന്ന ഒരാളാണ്. സോ പറയണതിൽ തെറ്റും കാര്യങ്ങളും ഉണ്ടാവും. അത് സഹിച്ച ഞാൻ SSLC പരീക്ഷയ്ക്ക് ഒന്നുമല്ലല്ലോ പോണേ. ഓക്കെ, സത്യം പറഞ്ഞാൽ അതുകൊണ്ട് തുടച്ചപ്പോൾ തന്നെ സുന്ദരിയായി. സോ നമ്മളെ ഫസ്റ്റ് പരിപാടി ചെയ്യുന്നു. ഇതൊക്കെ എൻ്റെ ഫേസിലുണ്ടായിരുന്ന ചളിയാണ്, നിങ്ങൾ കാണുന്നുണ്ടോ? എന്തല്ലേ ചളിയും വെച്ചിട്ടല്ലേ അത്രയും നേരം നിന്നീന്ന്. ചളിക്ക് പിന്നെ ചളിയാകുമ്പോൾ പ്രശ്നമല്ല. എനിവേ, സോ ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ടോണർ ഒന്ന് സെറ്റായതിന് ശേഷം നമുക്ക് സെറം യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് ഫോക്സ് ടെയിലിൻ്റെ ഒരു നിയാസിനമൈഡിൻ്റെ സെറാണ്. കാണാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് ഐറ്റം. സോ നമ്മൾ എന്ത് ചെയ്യും, ഇതെനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ സ്മെല്ലാട്ടോ. അടിപൊളി സ്മെല്ലാണ്. സോ നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. സിറട്ടാൽ തന്നെ ഞാനൊരു ചുറുക്കാണ്, എനിക്കറിയാം. ജന്മനാ തന്ന എന്താ സാധനമല്ലേ, ബ്യൂട്ടിയോ, അതുണ്ടായതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല. സോ നമ്മൾ സിറട്ടിട്ടുണ്ട്. സിറം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ, സിറം കഴിഞ്ഞിട്ട് സാധാരണ മോയ്സ്ചറൈസർ. അതാണ് നല്ല മോയ്സ്ചറൈസറാണ്, എനിക്കിഷ്ടമായി. ഇത് ഏതാ വെച്ചാൽ ഫോക്സ് ടെയിലിൻ്റെ സൂപ്പർ ഗ്ലോ ആണ്. കാണുന്നുണ്ടോ? ഈ ഒരു സംഭവമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ നമുക്കിങ്ങനെ റബ്ബിറ്റ് വെല്ല്. സോ മോയ്സ്ചറൈസർ ഇട്ടു. നെക്കിലൊന്നും ഇരുന്നില്ല, കാരണം നമ്മളെവിടേക്കും പോകണമെന്നില്ല. ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒരുങ്ങാൻ, അത്രേ ഉള്ളൂ. ഒരുങ്ങാൻ ഇഷ്ടമില്ലാത്ത പെൺകുട്ടികളുണ്ടോ? അപ്പോൾ ആൺകുട്ടികൾ ഒരുങ്ങും അല്ലേ? എല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കും, എന്താ ചെയ്യുക. സോ മോയ്സ്ചറൈസർ ഇട്ടു. മോയ്സ്ചറൈസർ ഇട്ട് അടുത്ത പരിപാടി എന്തായിക്കാരം, സ്വാഭാവികമായിട്ടും സൺസ്ക്രീൻ ആയിരിക്കുമല്ലോ. സോ നമുക്കൊരു സൺസ്ക്രീൻ 3 ഫിംഗറിൽ കൊടുക്കാം. അതാണല്ലോ ഇപ്പം ഇതിൻ്റെ ഒരു നിയമം. സോ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീന് ഡെർമാക്കോൻ്റെ ആണ്. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം.
ഇതെന്തത് തെളിയാത്ത? സോ കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഡെർമാക്കോൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് ബ്ലെൻഡാവും. പിന്നെ ഒരു ഇറിറ്റേഷൻസും കാര്യങ്ങളൊന്നുമില്ല കണ്ടോ? ഈ ഒരു സംഭവമാണ്. അതൊക്കെ ഫേമസ് ആണ്, ഞാൻ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ചുമ്മാ പുറത്തേക്ക് പോകുമ്പോൾ സൺസ്ക്രീൻ നല്ല ഇടണമല്ലോ. അപ്പോൾ ഞാൻ വെറും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് എനിക്ക്. ഈ റോളർ SPF 16 തെറ്റുന്നുണ്ടല്ലോ, SPF 16 PA+++. ഇത് ഇതിനൊപ്പം ഫ്രീ കിട്ടിയതാണ്. ഇതിങ്ങനൊരു റോളർ ടൈപ്പാണ് ഗൈസ്. എനിക്കെന്തായാലും നല്ല ഇഷ്ടമായി, ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാനിത് പുറത്ത് പോകുമ്പോൾ കയ്യിലോ അതേപോലെ ഫേസിലൊക്കെ ഒന്ന് റോൾ ചെയ്യും. ജസ്റ്റ് ഇങ്ങനെ കയ്യിലൊക്കെ റോൾ ചെയ്യാൻ നല്ല സുഖമാണ്. അതുപോലെ ഫേസിലും നല്ല ഒരു സുഖമാണ് ഗൈസ്. എനിക്കിഷ്ടമായിട്ടോ അത്. നെക്സ്റ്റ് ടൈം ഇത് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങാമല്ലോ. ഓക്കെ. സോ ഇത് ആവശ്യം കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിന് മുകളിലൊരു അടപ്പുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലിരിപ്പം അങ്ങനെ ആയതുകൊണ്ട് അടപ്പൊക്കെ എവിടേക്ക് പോയി. ഓക്കെ, സൺസ്ക്രീൻ കഴിഞ്ഞു. ഇനി അടുത്ത മെയിൻ പരിപാടി പറഞ്ഞാലാണ് എനിക്കറിയാത്തത്. സോ എനിക്കറിയണ വെച്ചിട്ട് ഞാൻ അടുത്തത് കൺസീലറാണ് ഗൈസ്. സോ നമുക്ക് കൺസീലർ ഒന്ന് ആക്കാം. എനിക്കിതൊന്നും വല്ലാതെ യൂസ് ചെയ്ത് ശീലമല്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് യൂസ് ആക്കാന്നുള്ളൂ. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ സ്വിസ് ബ്യൂട്ടിയുടെ എന്താണ് ലിക്വിഡ് കൺസീലറാണ്. സോ നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാം. നമുക്ക് പിന്നെ ഒക്കെ കയ്യായതുകൊണ്ട് കയ്യിൽ തന്നെ ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ ഒപ്പനക്ക് മാറ്റിയ പോലെ ഉണ്ട് ഗായ്സ്. ഞാൻ വെളുത്തിട്ട് പാറി. ഈ മേക്കപ്പിൻ്റെ ഗുരു ആരാന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല, ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതാ. സ്വന്തമായിട്ട് വഴിവെട്ടി വന്നവനാണെന്ന് പറഞ്ഞിട്ടില്ലേ? അത് സിനിമയിലെന്ന് ഏതാ സിനിമ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. സോ നമ്മൾ കൺസീലർ ഇട്ടിട്ടുണ്ട്. സോ അടുത്ത പരിപാടി എന്താ? സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ഫൗണ്ടേഷൻ തന്നെ തോന്നുന്നു. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരുമൊന്നും വേണ്ട. എങ്ങനെ പോയിക്കോണ്ട്, എനിക്കിനി ഇതിൽ ചേഞ്ചസ് വരുത്താനൊന്നും വയ്യ. നമ്മൾ യൂസ് ചെയ്യണത് എൻവൈബയുടെ ഫൗണ്ടേഷനാണ് 3-in-1. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഇതിൽ ഒപ്പിയെടുക്കുന്നുണ്ട്. എന്താ ചെയ്യാം, ഇതൊന്നും എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് വേണം എനിക്ക് അടുത്ത സാധനങ്ങൾ വാങ്ങാൻ. ഇനി ഇതൊന്നും കിട്ടണ്ടേ? സോ ഇപ്പം തന്നെ എന്നെ കാണാൻ ഷുവർക്ക്. എന്തായാലും നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട്? അടുത്ത പരിപാടി എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ബ്ലഷ് ആയിരിക്കും. പക്ഷെ ബ്ലഷ് എനിക്ക് തുറക്കാൻ കഴിയൂല ഗൈസ്. എനിക്ക് ഈ സാധനം തുറക്കാൻ അറിയില്ല. ഞാൻ വെറുതെ വാങ്ങിയേക്കാം. ഇതങ്ങനെ ഇടല്ലൂല. തുറന്നു കണ്ടോ? ഈ നമ്മൾ ഇൻസൈറ്റിൻ്റെ ഒരു ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ഇതേതാ ഷെയ്ഡെന്ന് ചോദിച്ചാൽ
NC3 റോസ് ഇവോറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇനി വായിച്ചതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കടാ, എന്താടാ പ്ലീസ്ഡാ. സോ തേക്കേണ്ടവർക്കൊക്കെ നമ്മൾ തേച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഞാൻ വായിച്ചതിൽ തെറ്റുണ്ടെങ്കിൽ നമുക്ക് നോക്കാമല്ലോ. ഈ ഒരു സംഭവം മായിന് വെയിക്കണമൊക്കെ ഇനി ബ്ലെൻഡിട്ട് വല്ലേ. സോ ഇതാണ് ഇപ്പോൾ ഫേസിൽ ചെയ്ത കാര്യങ്ങൾ. ഷുർക്കയില്ലേ, പിന്നെ മേക്കപ്പ് ഇല്ലെങ്കിലും ഷുർക്കാണ്. അടുത്തത് അറിയണത് നമ്മളെ കണ്ണിലെ പരിപാടികളാണ്. സോ നമ്മൾ മസ്കാരയാണ് അടുത്തത് ഇടുന്നത്. മസ്കാര അല്ല, എന്ത് ഈ സാധനത്തിൻ്റെ ഐ ഷാഡോ പാലറ്റ്. സോ ഞാൻ ഒറ്റ സാധനമുള്ളൂ വാങ്ങിയിട്ട്. ഇത് ഗ്ലിറ്റർ ഐ ഷാഡോ മാസിൻ്റെ ഒരു സംഭവമാണ്. പിന്നെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഐ ലൈക്ക് ഇറ്റ്. ഇത് ഇട്ടുക്കണമെങ്കിൽ ഇട്ടുക്കണമെന്നും അറിയില്ല, നടും ചെയ്തിരിക്കണം. അങ്ങനെ ഒരു സംഭവമാണ്. പിന്നെ നമുക്ക് ബ്രഷൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഗ്ലിറ്ററിങ്. രണ്ട് കണ്ണിലും വ്യത്യാസം. നല്ല രസമുള്ള സംഭവമാണ്. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. ഞാൻ അങ്ങനെ ഐഷാഡോ പാലറ്റ് യൂസ് ചെയ്തിരുന്നില്ല. ഫസ്റ്റ് വാങ്ങിയ ഐ തിങ്ക് നമ്മൾ ചെറുപ്പത്തിൽ മേക്കപ്പ് സെറ്റൊക്കെ യൂസ് ചെയ്യൂലേ, അതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ഒരു ഐഷാഡോ പാലറ്റാണിത്. പിന്നെ ഞാനിങ്ങനെ കസിൻസിൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓലിരുന്ന് കടം വാങ്ങാന്നല്ലാതെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സാധനം ഇതാദ്യമായിട്ടാണ് ഗൈസ്. ബട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. സോ നമ്മുടെ ഐ ഷാഡോ പാലറ്റ് കഴിഞ്ഞു. ഞാൻ അടിയിൽ ശരിക്കും ഇങ്ങനെ ബഡ്സ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കലുണ്ട്. കണ്ണിൻ്റെ ഒരു സ്മോക്കി ഐസ് ആണോ അതോ ഇനി വേറെ എന്തെങ്കിലും ഐസാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒന്ന് കൊടുക്കലുണ്ട്. ഇനി ഇതിലെന്താ പറയാന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, ചോർക്കായില്ലേ? ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ഒരു ഒരുങ്ങലെന്ന് പറയാൻ. എന്നെ കാണാൻ എന്താ രസമല്ലേ. എനിക്ക് ആറ് സർട്ടിഫിക്കറ്റും വേണ്ട. ഞാൻ ചുരുക്കാന്ന് പറയാൻ ഞാൻ തന്നെ മതി. എനിക്ക് ഇതൊക്കെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. ഞാൻ മേക്കപ്പ് ഇടുന്ന മാത്രം നിങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു ഭംഗിയില്ലല്ലോ. സോ എന്തെങ്കിലും പറയണ്ടേന്ന് എഴുതി തള്ളി വിടുകയാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയരുതേ, എനിക്കത് ഫീലാവും. സോ നമുക്ക് ഐലൈനർ ഇടാം. നെക്സ്റ്റ് എനിക്ക് ഇതിൽ നോക്കി ഐലൈനർ ഇടാനൊന്നും അറിയില്ല. ഇനി എന്താ പ്രശ്നം വെച്ചാൽ ഈ കണ്ണ് ശരിയായി ഈ കണ്ണ് ശരിയാവില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം. ഒരു ഐലൈനർ സെറ്റ് വന്നാൽ മറ്റേ കണ്ണ് കേടി വരും. കണ്ടോ, ഇത് ശരിയായ പോലെ ഇത് ശരിയായിട്ടില്ല. പക്ഷെ ഇനി അതിൽ കൂടുതൽ കുമ്പളങ്ങ കുത്തിയാൽ എന്തു ചെയ്യും, അത് മൊത്തത്തിൽ കേടി വരും. എനിക്ക് മായ്ച്ച് വരക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ എന്താ ഐലൈനർ നോർമൽ ഒരു ഐലൈനറാണ് ഗൈസ്. ഇത് ഐ മാറ്റ് വാട്ടർ പ്രൂഫ്
ബിവോണിൻ്റെ ഒരു സാധനമാണ്. ഇത് നല്ല സാധനമാണ്, അടിപൊളി സാധനമാണ്. ഐ ലൈക്ക് ഇറ്റ്. ഈ ഒരു സംഭവം നമ്മളൊക്കെ വലിയ ബ്രാൻഡൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ പാവപ്പെട്ടോലും കഞ്ഞിയും പയറൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. സോ അടുത്ത പരിപാടി, പിന്നെ എൻ്റെ അടുത്ത് വേറൊരു ബ്ലഷും കൂടി ഉണ്ട് ആക്ച്വലി, ഒരു NYBയുടെ. ഇത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യലില്ല. ഇതെനിക്ക് യൂസ് ചെയ്താൽ ഫേസ് ഒന്ന് ഡിമ്മായ പോലെ ഫീൽ ചെയ്യും. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് ലാസ്റ്റ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ടച്ചപ്പ് ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാര ഡബിൾ ട്രോബിളിൻ്റെ മാസ് തന്നെ അല്ലേ ഇത്, മാർസാണ്. ഞാൻ അത് കമ്പനി ഇല്ലാത്ത മസ്കാര എന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ മാർസിൻ്റെ ഡബിൾ ഡ്രോബിൾ മസ്കാര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലെങ്ത് ആൻഡ് വോളിയം ഉള്ള 2 സംഭവമാണ്. ഇത് ലെങ്ത് ഉള്ളതും പിന്നെ രണ്ടാമത്തത് നല്ല വോളിയം ഉള്ളൊരു ടൈപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായ ഒരു മസ്കാരയാണ്. മൈ ഫേവറേറ്റ് മസ്കാരയാണ്. യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ഐ ലൈക്ക് ദിസ് മസ്കാര വെരി മച്ച്. സോ മസ്കാര സോ നമ്മൾ ലെങ്ത്തിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വോളിയത്തിലൊന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതാകുമ്പോൾ ഐലൈനർ പീല് നല്ല ഉള്ള പോലെ ഫീൽ ചെയ്യും. അതൊക്കെ പിന്നെ ഗായ്സ് കണ്ണി തട്ടി ഇതിടുമ്പത്തിന് കൃഷ്ണമണിയും കണ്ണൊക്കെ അടിച്ചു എന്ന് തോന്നുന്നു. അജാതി ശ്രദ്ധയാണല്ലോ. സോ നമ്മളെ മസ്കാര ഇട്ടിട്ടുണ്ട് ഗൈസ്. മസ്കാര ഇട്ടില്ല എന്തോ എനിക്ക് കണ്ണിന് തടയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ കണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി, പിന്നെ ഈ പിരിക്കൊന്നും ഞാൻ സെറ്റാക്കലില്ല കേട്ടോ ഗൈസ്. പിരിക്ക് ഇനി വലിയ വലിയ പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ത്രെഡ് ചെയ്യും. അല്ലാതെ ഞാനായിട്ട് ഒരു കലാവിരുത്ത് ചെയ്യലില്ല. ആക്ച്വലി എനിക്ക് ചെയ്യാൻ അറിയില്ല, അതാണ് സംഭവം. അറിയില്ലാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നതിന് നമ്മൾ മടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തോന്നും. സോ എന്നെ കാണാൻ രസമല്ലേ, നല്ല ഗ്ലോയി തോന്നുന്നുണ്ടല്ലേ. എന്ത് ചെയ്യാനാ. പിന്നെ അടുത്ത പരിപാടി ഇപ്പോൾ കണ്ടി ഫേസിൻ്റെയൊക്കെ കഴിഞ്ഞു. ലാസ്റ്റത്തെ പരിപാടി നമുക്ക് ലിപ്പമ്മക്കാണ്. ലിപ്പമ്മ ഓൾറെഡി കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് ഡീകൺസ്ട്രക്ടറിൻ്റെ ഈ ഒരു ബ്രൈറ്റനിങ് ലിപ് ബാമാണ്. ഈ ഒരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ വൈറ്റമിൻ C 1% ഉണ്ട്. അതുപോലെ തന്നെ SPF 13+ ആണ്. ഈ കാണാൻ കഴിയുമോ? കാണാൻ കഴിയുന്ന ഈ ഒരു ടൈപ്പ്. ഓക്കെ, സോ ഇതിപ്പോൾ ഞാൻ കാണിച്ചതിൻ്റെ ആവശ്യമില്ല, അതൊക്കെ എല്ലായിടത്തും ഫെമിലിയറാണ്. സോ അല്ല സല. അപ്പോൾ ഇതാണ് ലിപ് ബാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ലിപ് ലൈനർ ഉണ്ട്, സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ബോൾഡ് മാറ്റ് ലിപ് ലൈനർ എന്ന് പറഞ്ഞിട്ടൊരു ലിപ് ലൈനർ. ഈ ലിപ് ലൈനർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നതിൽ എൻ്റെ ഇത് 3 ലിപ് ലൈനർ ഉണ്ട്. ബട്ട് ഞാൻ യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും ബെറ്റർ ആൻഡ് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളൊരു ടൈപ്പാണ്. സോ ലിപ് ലൈനർ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ലിപ്സ്റ്റിക്കും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറ്. ഈ ഒരു ലാക്മിയുടെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഫോർ എവർ മാറ്റ് ലിക്വിഡ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് 19 ന്യൂഡ് ട്വിസ്റ്റ് ആണ്.
നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണില്ല ഗൈസ്. ന്യൂ ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇത്. വൺ ഓഫ് മൈ ഫേവറേറ്റ്. പക്ഷേ ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല. ഓപ്പണായിട്ട് പറയാലോ, ലോങ് ലാസ്റ്റിംഗ് അല്ല. സോ നമ്മൾ അടിയത്തെ ചുണ്ടിൽ ഇതിട്ട് കൊടുക്കും. ഓക്കെ. പിന്നെ മെബ്ലാൻ്റെ യൂസ് ചെയ്യുന്നത് ഷെയ്ഡ് 11 ആണ്. ഈ മെയ്ഡ് ഈസി എന്ന് പറഞ്ഞിട്ടുള്ള ഇത് മെബ്ലാൻ്റെ ഒരു ന്യൂയോർക്ക് ഷെയ്ഡാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഓർഡർ ചെയ്ത് വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ചൊരു ഷെയ്ഡല്ല. പിന്നെ എനിക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ മിക്സ് ആക്കിയിട്ടാണ് ഇടാറ്, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്. പിന്നെ ഇത് നല്ല കട്ടിണ്ടായതുകൊണ്ട് ഞാൻ ഈ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ടോ കണ്ടോ, ഇതൊക്കെ ആകുമ്പോൾ വന്നതാണ്. അപ്പം അത്ര കൂക്കുണ്ട്. സോ ഇതാണ് എനിക്കിഷ്ടമുള്ളൊരു ഷെയ്ഡ്. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയണം നിങ്ങൾ. മേക്കപ്പ് ചെയ്തിട്ട് നല്ല ഗ്ലോയി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഗ്ലോയി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഫൈനൽ ടച്ചപ്പ് ആയിട്ട് എന്ത് ചെയ്യാം, കുറച്ച് ബ്ലഷും കൂടി ഇട്ട് കൊടുക്കാം. ബ്ലഷ് ഇടുന്നതിനിപ്പോൾ നമ്മൾ കായൊന്നും കൊടുക്കാണ്ടല്ലോ. സെലീൻ താത്ത പറഞ്ഞ മാതിരി പണമുണ്ടെങ്കിൽ, സെലീൻ താത്ത അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലേ? സോറി, സെലീൻ താത്ത വേറെ എന്തോന്നാ പറഞ്ഞിരുന്നത്, എനിക്കത് ഓർമ്മല്ല. എണ്ണയ്ക്ക് പെട്രോൾ, വണ്ടിക്ക് പെട്രോൾ അടിച്ചാലുള്ളൂ വണ്ടി വിടുക, നമ്മൾ തിന്നാലല്ലേ. എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമായി. എനിക്കെന്നെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യും. സോ ഗൈസ്, ഇത്രയാണ് നമ്മളൊരു ഫൈനൽ ലുക്കും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്. നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത് നിയാസിനമൈഡിൻ്റെ ഒരു പോളിഹൈഡ്രേറ്റിക് ആസിഡാണ്. നല്ല സാധനമാണ് ഗൈസ്, എനിക്കിഷ്ടമാണ്. പിന്നെ സിറം, നിയാസിനമൈഡ്, സൺസ്ക്രീൻ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ഇതാണ് നമ്മളൊരു ഫൈനൽ ലുക്ക്. സോ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് പറയട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. സോ പണിയൊന്നും മുടി റെഡിയാക്കിയിട്ട് ഇപ്പം വരാം. ഓക്കെ. സോ ഗൈസ്, നമ്മൾ മുടി പരത്തിട്ടിരിക്കുകയാണ്. ഇതാണ് ഡ്രസ്സ് എന്ന് പറഞ്ഞത്, യെല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായെങ്കിൽ പറയണേ. സോ ഗൈസ്, എങ്ങനെയുണ്ട് മൈ ഓവറോൾ ഒരു ഔട്ട്ഫിറ്റ്? സോ വെറുതെ ഇരുന്നപ്പോൾ ഉള്ള ഓരോ പിരാന്താളാണിത്. ഇവിടെ പിന്നെ ഞാൻ ഓൾറെഡി കുറച്ച് കളർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഞാൻ അങ്ങനെ ആക്സസറീസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, കാരണം ഇതിപ്പോൾ വെറും ഒരു ഡ്രസ്സല്ലേ. നമുക്കിപ്പോൾ അവിടെ വലിച്ചിടാൻ ഇനി കൊണ്ട് വയ്യ ഗൈസ്. ആക്സസറീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ എന്താ ചെയ്തോളി. ഈ ഒരു ലുക്ക് എങ്ങനെയുണ്ട്? ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിക്കാം. ഓക്കെ. സോ ഈ ഒരു ഷാള് തലയിൽ നിൽക്കാത്ത ഷാളായതുകൊണ്ടും പിന്നെ യെല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും, ആർക്കാണ് യെല്ലോ കളർ ഇല്ല ഇഷ്ടമില്ലാത്തല്ലേ? സോ വൈസ് എനിക്ക് ഇങ്ങനത്തെ എടുത്ത് കാണിക്കുന്ന കളേഴ്സൊക്കെ ഇഷ്ടമാണ്. ഓറഞ്ച്, യെല്ലോ നമ്മൾ ആൾക്കൂട്ടത്തിൽ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണണം, അത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മേക്കപ്പ് ലുക്കും അതേപോലെ എൻ്റെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ലുക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പറയുക. ഓക്കെ. എനിക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ട്. അഭിപ്രായങ്ങൾ തേടുന്നു. അല്ലേ സലേ? എന്ത് ചെയ്യാം, ഇത്രയും കുറവുണ്ടാവും. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സൈക്കോയാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ മാത്രം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എൻ്റെ
മേക്കപ്പ് പ്രൊഡക്റ്റിൽ ഏറ്റവും ഫേവറേറ്റ് സാധനം ഉണ്ടെങ്കിൽ അത് ഇതായിരിക്കും. സൺസ്ക്രീന്, മോയ്സ്ചറൈസർ ഒക്കെ ഒന്നുമല്ലാതെ അതിലൊക്കെ ഉൾപ്പെടുത്തിട്ട് എൻ്റെ ഫേവറേറ്റ് സാധനം ഇതായിരിക്കും. ബിക്കോസ് ഐ ലവ് ദിസ്. ഓക്കെ, പിന്നെ സോ ഇതാണ് നമ്മളൊരു കറക്റ്റ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അഭിപ്രായങ്ങളും എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നൊന്ന് കമൻറ്റ് ഡൗൺ ചെയ്താൽ മതി. ഞാൻ ചെയ്യുക ഗൈസ് വീഡിയോ. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ വരെ ബൈ.